ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായിട്ടാണ്. ഉത്തരങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും ചരിവുള്ള ഗോപുരം ഏത് എന്നായിരുന്നു. ഉത്തരം ക്യാപിറ്റൽ ഗേറ്റ് ടവർ. പിസ ഗോപുരത്തിൻ്റെ 4 ഇരട്ടിയിലേറെ ചരിവുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: അന്താരാഷ്ട്ര ബഹിരാകാശ അക്കാദമിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ട ഭാരതീയൻ ആര് എന്നായിരുന്നു. ഉത്തരം ജി മാധവൻ നായർ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നാണയം ഏത് എന്നായിരുന്നു. ഉത്തരം മെയ്പ്പിൾ ലീഫ് 2007. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് എന്നായിരുന്നു. ഉത്തരം CP പള്ളിപ്പുറം. അപ്പോൾ അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിൽ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. റെഡിയല്ലേ? ഉത്തരം അറിയണ്ടേ എല്ലാവർക്കും? അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉത്തരങ്ങൾ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: കേരളത്തിൻ്റെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആര് എന്നായിരുന്നു. ഉത്തരം SH പ്രണോയ്. പ്രണോയ്. അത് ആദ്യ യൂത്ത് ഒളിമ്പിക്സ് മെഡലിൽ ബാഡ്മിൻ്റണിൽ വെള്ളി മെഡലാണ് നേടിയത്. വെള്ളി മെഡൽ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കുമായി വീണ്ടും പറയുകയാണ്. മുത്തച്ഛപ്പി 25 സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.